ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കാം. നമുക്കിന്ന് ഗീ റൈസ് ഉണ്ടാക്കാം കേട്ടോ. അതിന് ഞാനൊരു 3 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ജീരകശാല ബസ്മതി അരിയിൽ ചെയ്യുക. ജീരകശാല ആകുമ്പോൾ ഒന്നും കൂടി നല്ലതായിരിക്കും കേട്ടോ. ഇനി നമ്മുടെ കയ്യിൽ ബസ്മതി അരി ഉള്ളെങ്കിൽ അത് വെച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ 3 കപ്പ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു നന്നായിട്ട് കഴുകി കളഞ്ഞിട്ട് വെള്ളം തെളിയണം, അതുപോലെ കഴുകണം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 10 മിനിറ്റ് കുതിർത്താൻ വയ്ക്കുക, വെള്ളത്തിലിടാം. അത് ചെയ്യാം ആദ്യം കേട്ടോ. നമ്മൾ വെള്ളം നന്നായിട്ട് കഴുകി ഇതുപോലെ വെള്ളം ഒഴിച്ച് വയ്ക്കുക. ഒരു 10 മിനിറ്റ് കൂടുതൽ വയ്ക്കുകയും ചെയ്യും കേട്ടോ. എന്നിട്ട് നമുക്ക് വെള്ളം വാലാനായിട്ട് പോകാൻ വയ്ക്കും. അപ്പോൾ 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കുക. അതുപോലെ നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരിക്കും. നമുക്ക് കുറച്ച് കശുവണ്ടി പരിപ്പിട്ട് നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കേട്ടോ. അപ്പോൾ അതിൽ ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് അത് കോരി മാറ്റാം കേട്ടോ. ഇത് 2 ടേബിൾ സ്പൂൺ മുന്തിരി എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്കിടാം. അത് ബലൂൺ വീർക്കുന്ന വരെ അതുപോലെ വീർത്ത് വരും. അപ്പോൾ നമുക്കത് കോരിയെടുക്കാം. ഞാനിപ്പോൾ ഒരു 3 മീഡിയം സൈസ് സബോള ചെയ്യുന്നുണ്ട്. അത് 3 എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, നീളത്തിൽ കനം കുറച്ച് അരിയുക. അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇത്രയും വേണ്ടെങ്കിൽ 2 എടുത്താൽ മതി കേട്ടോ. അത് ഓരോരുത്തരെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം, എടുക്കുക. നമ്മൾ ചെറിയ കളറാകുമ്പോൾ സബോളയ്ക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. 1/2 സ്പൂൺ ഉപ്പ് കൂടി. നമ്മൾ ഗോൾഡൻ കളർ ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കോരി എടുക്കാറായിട്ടുണ്ട് സബോള കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്കൊരു 1/2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ സബോള നന്നായിട്ട് മൊരിയാന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സബോള ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇതിനെ കോരി മാറ്റും കേട്ടോ. ഒരുപാട് കരിയാൻ നിൽക്കരുത്. ഈ പാകമുണ്ടല്ലോ ഇതാവുമ്പോൾ എടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് എടുക്കുള്ളൂ, അല്ലെങ്കിൽ എടുക്കുമ്പോൾ കരിഞ്ഞു പോകും. നമുക്ക് വെളിച്ചെണ്ണ മാറ്റിയെടുക്കാം. പാത്രം എടുക്കാം, വെളിച്ചെണ്ണ വേറെ പാത്രം ഇട്ട് മാറ്റാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതിന് വലിപ്പമുള്ള പാത്രം ഉണ്ടെങ്കിൽ അത് വയ്ക്കുക. കോരി ഇട്ടുമ്പോൾ സബോള ഇതുപോലെ പതുക്കെ നിരത്തി ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വയ്ക്കുക കേട്ടോ. കട്ട കുത്തി കിടക്കാതെ. അപ്പം ഞാൻ ആ പാനിനാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വീഡിയോ കട്ടായി പോയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് 3 നീളത്തിലുള്ള ഒരു പട്ട, പിന്നെ ഒരു 7 ഗ്രാമ്പു, ഒരു 7 ഏലക്കായ, സജീരകം എന്ന് പറഞ്ഞ ജീരകം ബിരിയാണിയുടെ ജീരകമാണ്. അത് നമുക്ക് കിട്ടും, ബിരിയാണി കടയിലൊക്കെ കിട്ടണം കേട്ടോ. അതുണ്ടെങ്കിൽ നിങ്ങളിടാം. അതൊരു 1/2 ടീസ്പൂണ്, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം. അപ്പോൾ ആ നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അതിടാം. അതൊന്ന് ആ ഏലക്കായിൽ പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ അതിലേക്ക് സബോള, മീഡിയം സൈസിൽ സബോള ആയതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. ഇച്ചിരി വലുതാക്കി അരിഞ്ഞേക്കണം, അതിട്ട് കൊടുക്കുക. വലിയ സബോള ആണെങ്കിൽ 1 ഇടാം കേട്ടോ. അങ്ങനെ വഴറ്റി കൊടുക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ജാതിയുടെ പത്തിരി എടുത്തിട്ടുണ്ട്, അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇടാം, ഓപ്ഷനിലാണ്. ജാതിപ്പത്തിരി, സാജീരകം, പെരിഞ്ജീരകം ഓപ്ഷനിലാണ് കേട്ടോ. 3 കൂട്ടം അത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇടാം. നമ്മൾ സബോള കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് കളർ മാറാൻ നിൽക്കണ്ട. ലൈറ്റായിട്ടുള്ള കളർ മാറുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കുക. അരി നമ്മൾ വെള്ളം പോകാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. 10 മിനിറ്റ് കൂടുതൽ അരി ഇടരുതിട്ട് കുതിർത്താനായിട്ട്. ഇനി ഒരു 5 മിനിറ്റ് ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കണം കേട്ടോ, അത് അരിയെ പൊടിഞ്ഞു പോകും. നന്നായിട്ട് അരി റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് തിളച്ച വെള്ളം ഒരു 4.5 കപ്പ് ഒഴിച്ചു കൊടുക്കുക. അപ്പം 3 കപ്പാണ് അരി എടുത്തിരിക്കുന്നത്. അപ്പം 1.5 കപ്പ് വെള്ളം വെച്ച് ഒരു കപ്പിന് 1.5 കപ്പ് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. 4.5 കപ്പ് വെള്ളം കേട്ടോ. നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. 1 സ്പൂണ് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ആ ലോ ടു മീഡിയം ഫ്ലെയിമായിട്ടായിരിക്കും കേട്ടോ. 1 മിനിറ്റ് തോന്നുന്ന ഇളക്കി കൊടുക്കുക കേട്ടോ. നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. ഒരു 7 മിനിറ്റ് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വേവട്ടെ.
ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ വെള്ളമൊക്കെ വറ്റി കറക്റ്റ് വേവായിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. 1 സ്പൂൺ മതി. നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ടല്ലോ, ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചില്ല, അതിൽ നിന്ന് കുറച്ച് സബോള ഇട്ട് കൊടുക്കുക, കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുക്കുക, കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടി. ഇപ്പം ലോ ഫ്ലെയിമിൽ വളരെ കുറവിലിട്ടേ കേട്ടോ. നമുക്ക് മൂടിയിട്ട് 1 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. 1 മിനിറ്റ് ആയിട്ട് നമുക്കിത് കുറച്ച് ഒന്ന് ഗാർണിഷ് ചെയ്യാം കേട്ടോ. ഒന്ന് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇങ്ങനെ ഒരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് എടുക്കാം. നമ്മൾ 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക.